ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മനുവിന്റെ അമ്മ ജ്യോതിയോട് പറയുന്നുണ്ട്, മോനെ വിളിച്ചിട്ട് എന്തെങ്കിലും കൊടുക്കുക, അവനൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പേടിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം അപ്പോൾ നിത്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ നിത്യാമ്മയുടെ അടുത്തിരുന്നാൽ മതിയെന്നൊക്കെ പറയുന്നു. ആദ്യം നിത്യയോട് ചോദിക്കുന്നുണ്ട്, നിത്യാമ്മയ്ക്ക് എന്താണ് പറ്റിയത്, എന്താണ് ഈ മുറിവെന്നൊക്കെ. നിത്യ അപ്പോൾ ആക്സിഡന്റ് ഉണ്ടായ കാര്യമൊക്കെ പറയുന്നു. ആദ്യം അപ്പോൾ സങ്കടത്തോടെയാണെങ്കിൽ ആ മുറിവുള്ളിടത്തൊക്കെ ഉമ്മ വെക്കുകയാണ്. നിത്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വെക്കുന്നുണ്ട്. ആദ്യം നിത്യയെ സ്നേഹിക്കുന്നതൊക്കെ കാണുമ്പോൾ മനുവിന്റെ അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അതേ സമയത്ത് മനുവാണെങ്കിൽ ഹരിയോട് ചോദിക്കുന്നുണ്ട്, ശരിക്കും എന്താണ് സംഭവിച്ചത്, ആരാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയതെന്നൊക്കെ ചോദിക്കുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, റോഡിലാണെങ്കിൽ ഗുണ്ടകളുടെ അടുത്ത് നിന്നാണ് എനിക്ക് ആദ്യം കിട്ടിയതെന്ന്. ആദ്യ പറഞ്ഞത് വീണയാണ് രക്ഷിച്ചതെന്നാണ്, ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. ശരവൺ അപ്പോൾ പറയുന്നുണ്ട്, ഇതിന്റെ പിന്നിലൊക്കെ വീണയാണ്, എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു. മനു അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ തുടർന്ന് ഇത് അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ. ഹരി മനുവിനോട് പറയുന്നുണ്ട്, കുറച്ചു നേരത്തേക്ക് എല്ലാവരും കൂടി നിത്യയെ കുറ്റപ്പെടുത്തി, ഇനിയെങ്കിലും നിത്യയോട് ഒരു സോറി എങ്കിലും നിങ്ങൾ പോയി പറയണമെന്നൊക്കെ അപേക്ഷിക്കുകയാണ്. മനു നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് സോറി പറയുകയാണ്. അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുന്നു. സുജാത അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ സോറി പറഞ്ഞിട്ട് കാര്യമില്ല, ചില വാക്കുകളാണെങ്കിൽ ഒരുപാട് മുറിപ്പെടുത്തും, അത് പിന്നീട് തിരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിത്യയാണെങ്കിൽ മനുവിനോട് പറയുന്നുണ്ട്, എന്നോട് സോറി ഒന്നും പറയണ്ടെന്ന്. മനുവിന്റെ അമ്മ വെളിയിൽ വന്നതിന് ശേഷം സുജാതയോടും എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആദ്യം കൊണ്ടുപോകണമെന്ന്. സുജാത അപ്പോൾ പറയുന്നുണ്ട്, നിത്യ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ മനുവിന്റെ അമ്മ സമ്മതിക്കുന്നില്ല, എപ്പോഴായാലും കൊണ്ടുപോകേണ്ടതല്ലേ, ഉറപ്പായിട്ടും ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നു. മനുവിന്റെ അമ്മ പറയുന്നുണ്ട്, മുറിച്ചു മാറ്റേണ്ട ബന്ധങ്ങൾ കുറച്ച് നേരത്തെ ആണെങ്കിലും കുഴപ്പമില്ലെന്നൊക്കെ. അവരുടെ നിർബന്ധത്തിന് മുന്നിൽ എല്ലാവരും സമ്മതിക്കുകയാണ്, കൊണ്ടുപോയിക്കൊള്ളാനെന്ന് പറയുന്നു. നിത്യ ഒറ്റയ്ക്ക് റൂമിലായിരിക്കുന്ന സമയത്ത് ഹരി അടുത്തേക്ക് ചെല്ലുകയാണ്. ഹരിയെ കാണുമ്പോൾ നിത്യയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. നിത്യ ഹരിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് ആദ്യം കണ്ടുപിടിച്ചതിനെന്നൊക്കെ. ആദ്യം കണ്ടെത്താൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എല്ലാവരെയും കണ്ണിലെ കരടായിട്ട് ഞാൻ മാറിയേനെന്നൊക്കെ പറഞ്ഞ് നിത്യ സങ്കടപ്പെടുകയാണ്. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ജ്യോതി ഇങ്ങനെ മാറുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, അവൾ താമസിക്കുന്ന വീട്ടിലെ സാഹചര്യം അനുസരിച്ചല്ലേ അവൾക്കും മാറാൻ പറ്റൂ, അല്ലാതെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ആദ്യം കൊണ്ടുപോകാനാണ് അവർക്ക് പ്ലാൻ, നിത്യ വിഷമിക്കരുതെന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ പറയുന്നുണ്ട്, അവർ കൊണ്ടുപോകട്ടെ എന്നൊക്കെ. അവിടേക്ക് ആ സമയത്ത് ആദ്യം വരുന്നുണ്ട്. ആദ്യം നിത്യ ഉപദേശിക്കുന്നുണ്ട് അവരുടെ കൂടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പോകത്തില്ലെന്ന് ആദി പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് മനുവിന്റെ അമ്മ എല്ലാവരും വരികയാണ്. മനുവിന്റെ അമ്മ ജ്യോതിയോട് പറയുന്നുണ്ട് ആദിയെ എടുത്തുകൊണ്ട് പോകാനെന്ന്. പക്ഷെ ആദിയാണെങ്കിൽ സമ്മതിക്കുന്നില്ല, ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുന്നു. നിത്യാമ്മയെ വിട്ടിട്ട് ഞാൻ വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മനുവിന്റെ അമ്മ അത് കേൾക്കുന്നില്ല. മനുവിന്റെ അമ്മ അപ്പോൾ ആദിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. ആദിയാണെങ്കിൽ ഒരുപാട് കരഞ്ഞു ബഹളം വെക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നിത്യയും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിത്യയോടൊപ്പം തന്നെ സുജാതയും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. സുജാത നിത്യയെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരിയും അമ്മാവനെയുമാണ്. ഹരി അമ്മാവനോടാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. ജ്യോതിയുടെ പെരുമാറ്റത്തെക്കുറിച്ചും ഹരി പറയുന്നുണ്ട്. അമ്മാവനപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും സ്വാർത്ഥമതികളൊക്കെയാണ്, സ്വന്തം ജീവിതമാണ് എല്ലാവരും നോക്കുന്നത്, എല്ലാവരും നിത്യയെ പോലെ അല്ലെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് അവിടേക്ക് കല്യാണി വരുന്നുണ്ട്. കല്യാണി നിത്യാമ്മയെ കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. ഹരി അപ്പോൾ പറയുന്നുണ്ട്, നിത്യാമ്മ ആദിയുടെ കാര്യമൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത്, തൽക്കാലം അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറയാണ്. ശേഷം കാണിക്കുന്നത് ആദിയാണ്. ആദിക്കാണെങ്കിൽ ആഹാരവുമായിട്ട് ജ്യോതി ചെല്ലുന്നുണ്ട്. പക്ഷെ ആദി വേണ്ടാന്ന് പറയുന്നുണ്ട്. എനിക്ക് നിത്യാമ്മയെ കാണണം, നിത്യാമ്മയുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയാണ്. ആ സമയത്ത് മനുവും അവിടേക്ക് വരുന്നുണ്ട്. മനുവും ആദിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദിയെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആദി അപ്പോൾ ദേഷ്യപ്പെട്ട് കൈ തട്ടി മാറ്റുന്നു. ആദിയുടെ പെരുമാറ്റം കണ്ടിട്ട് ജ്യോതിയും ഒരുപാട് സങ്കടപ്പെടുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.